ഇഡി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിലല്ല വിജയ് വിമലിനെ പോലീസുമായി സംഘർഷം ഉണ്ടാക്കിയതിന്റെ പേരിലാണ് കൺഫേം അല്ല. അങ്ങനെ ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ചാർജ് എന്ന് പറയുന്നത്? അപ്പൊ ഈ പറഞ്ഞ വിഷയത്തിന് മുമ്പേ നടന്നിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം നമ്മൾ സമരം നടത്തിയിട്ടുണ്ട്. ഇപ്പം അന്ന് നടന്ന പാളയത്ത് നടന്ന വിഷയമാണെങ്കിൽ അതിനുശേഷം തൊട്ടപ്പുറത്തെ ദിവസം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം സമരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിജയ് വിമൽ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അപ്പോഴൊന്നും ഇല്ലാത്ത ചാർജ് എങ്ങനെയാണ് പൊടുന്നനെ വന്നത്? അപ്പൊ ഇതിന്റെ മറപറ്റി സംസ്ഥാനത്തെമ്പാടുമുള്ള എല്ലാവിധ SFI സമരങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെയൊക്കെ ജയിലിലിടാം എന്നാണ് ഇവർ കരുതുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വഴിപ്പെട്ടു പോകാൻ കഴിയും? ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കണ്ടേ? ഞങ്ങൾക്ക് പ്രവർത്തിക്കണ്ട എന്നാണോ? എന്നാലും അദ്ദേഹം അങ്ങനെ തന്നെ പറയട്ടെ. ഞങ്ങൾ അടിയന്തരാവസ്ഥയിലൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നിരോധനം ഉണ്ടോ? നിരോധനം ഉണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല വ്യക്തമാക്കണം. അല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ഞങ്ങളൊന്ന് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ തട്ടുപൊളിപ്പൻ ന്യായമൊക്കെ പറയുന്ന രമേശ് ചെന്നിത്തല സ്വയം ഒന്ന് ചെയ്തു വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനാധിപത്യ മര്യാദയാണോ എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. അവിടെ ഉണ്ടായിരുന്ന 300ഓളം പേർ എന്നാണല്ലോ പോലീസിന്റെ അസസ്മെന്റ്. ആ 300ഓളം പേര് ഈ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളൊക്കെ ഏതെങ്കിലും വിധത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ള ഒരു അമർഷത്തിന്റെ ഭാഗമായി ഉണ്ടായ ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് അതിനെ ഉപയോഗിച്ച് രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ ജയിലിലിടുമെന്നാണ് ഇടപെടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പ്രതിരോധിക്കണ്ടേ? അപ്പൊ SFI എന്ന നിലയിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ശക്തമായിട്ടുള്ള നിലയിൽ ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ്. ഒരു കാരണവശാലും അകാരണമായിട്ടുള്ള ഒരു അറസ്റ്റിനും ഞങ്ങൾ വിധേയപ്പെടില്ല.